എന്താണ് നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത്? നമ്മുടെ ജോബ്സ് തട്ടിയെടുക്കാൻ പോവുകയാണ്. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്ന പഠിപ്പെല്ലാം വേസ്റ്റായി പോകുമോ? അവരുടെ എഡ്യൂക്കേഷൻ എല്ലാം ഇൻവാലിഡ് ആകുമോ? ജസ്റ്റ് ആ ആൻസേഴ്സ് കിട്ടി അതിന് മക്കപ്പ് ചെയ്തു, അതിന് എക്സാമിന് പോയി എഴുതി, അത് അവരുടെ പ്രോബ്ലത്തിനെ കുറിച്ചൊരു പേജുകളോളം നോട്ട്സ് എഴുതി കൊടുത്ത് ഒരു ഹ്യൂമൻസ് പ്രോബ്ലം ആയിട്ടുള്ള ആവശ്യങ്ങളും ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളും എന്താണ് ആനിമൽസ് അല്ല, മെഷീൻസ്. Hello everyone, welcome back to another topic discussions. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നാൽ AI. ഇപ്പം നമ്മൾ പ്രഡിക്ഷൻസ് ഫോർ 2026 എന്നൊരു ടോപ്പിക് ചെയ്തപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണെന്നാൽ ഈ വർഷം ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ആൻഡ് AI ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വർഷമാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു AI ഇൻവോൾവ്മെൻറ്റ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് നടക്കുമ്പോൾ എന്താണ് നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത്? അവർ ഇപ്പോൾ തന്നെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. AI നമ്മുടെ ജോബ്സ് തട്ടിയെടുക്കാൻ പോവുകയാണ്. ഒരുപാട് ഇൻവോൾവ്മെൻറ്റ് എല്ലാ ഫീൽഡ്സിനും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ജോബ് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്ന പഠിപ്പെല്ലാം വേസ്റ്റായി പോകും. AI കാരണം നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുമോ? ക്വാളിഫിക്കേഷൻസ് ഇൻവാലിഡ് ആകുമോ? പഠിച്ചതെല്ലാം വേസ്റ്റായി പോകുമോ എന്നുള്ള ഒരു വറി എല്ലാ പാരൻസിലും ആൻഡ് ഒരുപാട് കുട്ടികളും ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് പോയിന്റ്സ് ഇവിടെ ഇൻക്ലൂഡ് ആക്കണം എന്ന് കരുതി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഞാനൊരു 4-5 പോയിന്റ്സ് മാത്രമാണ് ഇവിടെ ഇൻവോൾവ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഒരു കമൻറ്റോ മെസ്സേജോ അയക്കുക. ഡെഫിനറ്റ്ലി ഞാൻ മോർ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പോയിന്റ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇവിടെ പറയാൻ പോകുന്നത് എന്താണെന്നാൽ നമ്മൾ തിങ്കിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിങ്ക് ചെയ്യുന്ന ആളുകളുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഒരുപാട് ഇന്നോവേഷൻസ് ഉണ്ടായതും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായതും ഒരുപാട് ടെക്നോളജിക്കൽ ആൻഡ് മെക്കാനിക്കൽ എല്ലാ ഫീൽഡിലായാലും ഒരു അഡ്വാൻസ്മെൻറ്റ് ഉണ്ടായത്. ഒരു 25-30 ഇയേഴ്സ് എഗോ നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടായിരുന്നത് വെറും ഒരു ലാൻഡ് ഫോൺ ആയിരുന്നു. പക്ഷെ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. നമ്മൾ അതെടുത്ത് വർക്ക് പ്ലേസിൽ പോകുന്നു, ഷോപ്പിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകുന്നു, സ്കൂളുകളിൽ കൊണ്ടുപോകുന്നു. അതൊന്നും ഒരു 25-30 ഇയേഴ്സ് എഗോ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു. ഇന്നത് സാധിക്കുന്നത് അങ്ങനെ തിങ്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെ കഴിവുകളുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ലോകത്ത് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും അഡ്വാൻസ്മെൻറ്റ്സ് സാധിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും അങ്ങനെയുള്ള ഒരു തിങ്കിങ് കപ്പാസിറ്റി ഉള്ള ഒരു ക്രൗഡ് ഉണ്ടായാൽ മാത്രമാണ്, അങ്ങനെ ഒരു ജനവിഭാഗം ഉണ്ടായാൽ മാത്രമാണ് മനുഷ്യരാശിക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് സക്സസ്ഫുൾ ആൻഡ് അഡ്വാൻസ്ഡ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ അങ്ങനെ തിങ്കിങ് കപ്പാസിറ്റി, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും എന്നുള്ളത് നമ്മുടെ മുൻ ഹിസ്റ്ററി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് ഉടലെടുത്ത കുറച്ച് പോയിന്റ്സ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് തിങ്കിങ്, ഓക്കെ. സെക്കൻഡ് പോയിന്റ് ഹ്യൂമാനിറ്റി, തേർഡ് പോയിന്റ് ക്രിയേറ്റിവിറ്റി, ഫോർത്ത് പോയിന്റ് AI ലിറ്ററസി ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് അഡാപ്റ്റബിലിറ്റി. അപ്പോൾ തിങ്കിങ്ങിനെ ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 3 ഡിവിഷൻസ് എന്താണെന്ന് ഞാൻ പറയാം. ലേണിംഗ് ഹൗ ടു തിങ്ക് എന്നാണ് ഫസ്റ്റ് പോയിന്റ്. അതായത് കുട്ടികളെ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. എന്താണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് അല്ലെങ്കിൽ എന്താണ് ടീച്ചേഴ്സ് പഠിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് മക്കപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ അങ്ങനെ തന്നെ വിഴുങ്ങാതെ അതിനൊന്ന് തിങ്ക് ചെയ്തിട്ട് അതിനെ സ്വന്തമായി തിങ്ക് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ലേണിംഗ് ഹൗ ടു തിങ്ക് എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതിലെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്നാൽ ക്രിട്ടിക്കൽ തിങ്കിങ്. ഇപ്പോൾ ഒരു ടീച്ചർ വന്നിട്ട് പറയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അതിന് അങ്ങനെ തന്നെ ഓക്കെ ഇതാണ് ആൻസർ, ഓക്കെ ഇത് എനിക്ക് കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ ഇതാണ് ആൻസർ എന്ന് അത് അങ്ങനെ തന്നെ പഠിക്കുന്നതിന് ഉപരിയായിട്ട് ആ ആൻസർ എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റ് ആൻസർ കിട്ടിയില്ല, എന്തുകൊണ്ട് വേറെ ആൻസേഴ്സ് റോങ് ആയി എന്നൊക്കെയുള്ള തിങ്ക് ചെയ്യാൻ കഴിയുന്നതിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തെടുത്താലാണ് നമുക്ക് കൂടുതൽ ഇന്നോവേറ്റേഴ്സ് ആൻഡ് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തിങ്കിങ്, ജസ്റ്റ് ആ ആൻസേഴ്സ് കിട്ടി അതിന് മക്കപ്പ് ചെയ്തു അതിന് എക്സാമിന് പോയി എഴുതി അത് അവസാനിച്ചു എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, ഒരു ക്വസ്റ്റ്യനിങ് കപ്പാസിറ്റി, എന്ത് പറയുന്നുവോ അതിനെ
അങ്ങനെ മഗ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ബ്ലൈൻഡായി ഫോളോ ചെയ്യുന്നതിനേക്കാളും അതിനെ ഒന്ന് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുക, ഒന്ന് സ്വന്തമായി ചിന്തിച്ചിട്ട് അതിനെക്കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അവതരണത്തിലോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. എൻ്റെ സ്മോൾ നോളജ് വെച്ചിട്ടാണ് ഞാനിവിടെ പോയിന്റ്സ് കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് അണ്ടർ ലേണിംഗ് ഹൗ ടു തിങ്കിൽ എന്താണെന്നാൽ പ്രോബ്ലം ഫ്രെയിമിംഗ്. ഓക്കെ, ഇപ്പം നമ്മൾ ടെക്നോളജി എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായൊരു പ്രോബ്ലം ആ സിസ്റ്റത്തിലേക്ക് കൊടുക്കാൻ കഴിയണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, അതിന് കൃത്യമായി ഡിഫൈൻ ചെയ്തു കഴിഞ്ഞ് അതിൽ സിസ്റ്റത്തിൽ ഇൻപുട്ട് ചെയ്താൽ മാത്രമാണ് അതിനൊരു കൃത്യമായ ഔട്ട്പുട്ട് തരാൻ കഴിയുകയുള്ളൂ. ഇപ്പം നമ്മുടെ പ്രോബ്ലത്തിനെ കുറിച്ചൊരു പേജുകളോളം നോട്ട്സ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം കൺഫ്യൂസ്ഡ് ആവുകയുള്ളൂ. അപ്പോൾ അതിനെ എത്രയും കോമ്പാക്റ്റ് ആയിട്ട് മിനിമലിസ്റ്റിക് ആയിട്ട് സിമ്പിളായിട്ട് അവതരിപ്പിച്ചിട്ട് കൃത്യമായി ആ സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്താൽ മാത്രമാണ് അതിന് കൃത്യമായ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനെയാണ് പ്രോബ്ലം ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സ്കില്ലാണ്, അത് നമ്മുടെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു അത്യാവശ്യമായ സ്കില്ലാണ്. എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ഒരു ക്ലാസ് റൂമിൽ പോയി അവിടെ കുട്ടികൾ ലിസൺ ചെയ്യുന്നില്ല, അപ്പോൾ ഇതൊരു പ്രോബ്ലമാണ്. അപ്പോൾ ലിസൺ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് കുട്ടികൾ ലിസൺ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പ്രോപ്പർ ഫ്രെയിമിംഗ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ അതല്ലാതെ ഓക്കെ ഞങ്ങളുടെ ക്ലാസ്സിൽ കുട്ടികൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല, കുട്ടികൾക്ക് എന്തുകൊണ്ട് കേൾക്കാൻ കഴിയുന്നില്ല, അവർ ടീച്ചർ പറയുന്നത് ലാംഗ്വേജ് പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ ടീച്ചറിൻ്റെ വോയിസ് ക്ലിയർ അല്ലാത്തത് കൊണ്ടോ. അപ്പോൾ അത് ഒരുപാട് പ്രോബ്ലംസിനെ നമ്മൾ അതിന് ഹ്യൂമൻകസ് പ്രോബ്ലം ആക്കി കാണിക്കുകയാണ്. അതേസമയം നമ്മൾ അതിനെ ചെറിയതായിട്ട് ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതിന് ഒരു കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതിനെയാണ് പ്രോബ്ലം ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഒരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ദ സെക്കൻഡ് പോയിന്റ്. ആൻഡ് ദ തേർഡ് പോയിന്റ് ഇസ് സിസ്റ്റംസ് തിങ്കിങ്. സിസ്റ്റംസ് തിങ്കിങ് ആൻഡ് ലീനിയർ തിങ്കിങ് എന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. ലീനിയർ തിങ്കിങ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ, കുട്ടികൾ സ്കൂളിലേക്ക് ലേറ്റായി വരുന്നു. അപ്പോൾ അതിന് സ്കൂൾ എന്ത് ചെയ്യുന്നു, അവർ അതിനെ റിപ്രിമാൻഡ് ചെയ്യുന്നു, പണിഷ് ചെയ്യുന്നു. അവർ പറയുന്നു നിങ്ങൾ ഇനി കറക്റ്റ് ടൈമിന് വന്നില്ലെങ്കിൽ നിങ്ങളെ പുറത്ത് നിർത്തി പണിഷ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പാരൻസിൻ്റെ ഒരു കൺസേൺ ലെറ്റർ വാങ്ങിയിട്ട് വരണം എന്നൊക്കെ പറയുന്നത് ഒരു റിപ്രിമാൻഡ്മെന്റ് അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ്, കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പണിഷ്മെന്റ്. അതേസമയം സിസ്റ്റംസ് തിങ്കിങ്ങിലാണെങ്കിൽ കൃത്യമായിട്ട് തിങ്ക് ചെയ്യാണ് എന്തുകൊണ്ടാണ് കുട്ടികൾ വൈകി വരുന്നത്, അവർ ഉറങ്ങുന്ന സമയം കൃത്യമല്ലേ, അവർ കൃത്യമായി അവരുടെ ചോയ്സ് ചെയ്യുന്നില്ലേ, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണോ അവർ ലേറ്റായി വരുന്നത്, ബസ് പിക്കപ്പ് ലേറ്റ് ആയതുകൊണ്ടാണോ അവർ ലേറ്റായി വരുന്നത്, എന്താണ് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ഉണ്ടോ, അവർക്ക് കൃത്യമായി എഴുന്നേൽക്കാൻ കഴിയുന്നില്ലേ, പ്രോപ്പർ സ്ലീപ്പിംഗ് ഫെസിലിറ്റീസ് ഇല്ലയോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോപ്പർ പ്രോബ്ലത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്ന് ചിന്തിച്ച് അതിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് സിസ്റ്റംസ് തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, ലീനിയർ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഓക്കെ ഇതാണ് പ്രോബ്ലം, ഇതിനെ നമ്മൾ ഇങ്ങനെ പണിഷ് ചെയ്തിട്ട് ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് ലീനിയർ തിങ്കിങ്. അപ്പോൾ അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുമ്പോൾ അത് അത്ര എഫക്റ്റീവായിട്ട് വരില്ല. അതുകൊണ്ടാണ് സിസ്റ്റമിക് തിങ്കിങ് അല്ലെങ്കിൽ സിസ്റ്റംസ് തിങ്കിങ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് സിസ്റ്റംസ് തിങ്കിങ്. അപ്പോൾ സെക്കൻഡ് പോയിന്റ് അണ്ടർ ഈ ചേഞ്ചസിൽ വരുന്ന ഒരു പോയിന്റാണ് ഹ്യൂമാനിറ്റി. ഇപ്പോൾ ഹ്യൂമൻസും ആർട്ടിഫിഷ്യൽ AI തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണ്, ഹ്യൂമൻസിന് മനുഷ്യത്വം എന്നൊരു ഫാക്ടർ ഉണ്ട്, AI ടെക്നോളജി അല്ലെങ്കിൽ റോബോട്ട്സിന് അത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫാക്ടർ അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഹ്യൂമാനിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് നമ്മൾ ആനിമൽസ് അല്ല മെഷീൻസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ ജോബ്സും എടുത്ത് അവർ ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോൾ അതല്ല, നമ്മൾ നമ്മുടെ ഹ്യൂമാനിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു കഴിവാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനുഷ്യന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയാണ് ഹ്യൂമാനിറ്റി, എംപത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ ഹ്യൂമാനിറ്റി, എംപത്തി എന്താണ്, ആ ഒരു ഹ്യൂമൻ സ്കിൽസ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൽ എന്താണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അല്ലേ. നമ്മൾ ഓരോരുത്തരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാം കഴിയുന്നത്. ഇപ്പം നമ്മുടെ ടീച്ചേഴ്സ് വന്ന് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്,
കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. അവർ പ്രോപ്പറായി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ് അവരെങ്ങനെയാണ് അവരുടെ പ്രോഡക്ട്സ് സെൽ ചെയ്യുന്നത്, സർവീസസ് സെൽ ചെയ്യുന്നത്, അവർ പ്രോപ്പർ അഡ്വർടൈസ്മെന്റ്സ് വഴിയാണ് അവരുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് സെൽ ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു പ്രോപ്പർ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതായത് റൈറ്റിംഗ് ആയാലും സ്പീക്കിംഗ് ആയാലും പെർസ്വേഷൻ, നമ്മൾ എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ ടീച്ചിങ് ആയാലും അതിനൊക്കെ ഒരു കുറച്ചും കൂടി ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവും കൂടി ഉണ്ടെങ്കിലാണ് അതിനെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിട്ട് കൊണ്ടുപോകാം, അല്ലേ? അപ്പോൾ ഇതാണ് ഒരു നെക്സ്റ്റ് ഫാക്ടർ. ഇതിനോടനുബന്ധിച്ചിട്ടുള്ളതാണ് അടുത്ത ഫാക്ടർ, കൊലാബറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്കെല്ലാം മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു. മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ ആളുകൾ വർക്ക് ചെയ്യുന്നു, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് നമ്മുടെ ആളുകൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കൊളാബറേറ്റ് ചെയ്തിട്ട് ആണ് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഡിഫറെൻ്റ് ആളുകൾ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് ഒരുമിച്ച് വരുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്താണ്, കോൺഫ്ലിക്ട്സ്, അല്ലേ? പൊരുത്തക്കേടുകൾ എന്തായാലും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പൊരുത്തക്കേടുകൾ സംഭവിക്കുമ്പോൾ അതിനെ റിസോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലാണ് നമുക്കൊരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. അപ്പോൾ ഒരുമിച്ച് വരുന്നതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ റിസോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സ്കില്ലും കുട്ടികൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ചിട്ട് തന്നെയാണ് നെക്സ്റ്റ് പോയിന്റ് എന്താണ് ആളുകൾക്ക് വേണ്ട ഒരു സ്കിൽ, കുട്ടികൾക്ക് വേണ്ട ഒരു സ്കിൽ ആണ് ലീഡർഷിപ്പ് ആൻഡ് എത്തിക്കൽ ജഡ്ജ്മെന്റ്, അല്ലേ? ഇപ്പം നമ്മളൊരു പ്രോജക്റ്റ് റൺ ചെയ്യുമ്പോഴും ഒരു സ്കൂളായാലും ക്ലാസ് ആയാലും ലീഡർഷിപ്പ് അനിവാര്യമാണ്. ഒരു രാജ്യമായാലും എല്ലാവർക്കും നമുക്ക് എല്ലാ സിറ്റുവേഷനിലും ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലീഡർഷിപ്പ് ആളുകൾ അത്യാവശ്യമായിട്ട് വേണം. അതായത് കറക്റ്റ് ബഡ്ജറ്റിലും കറക്റ്റ് ടൈം ഫ്രെയിമിലെല്ലാം പ്രോജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്യാനും എല്ലാം ഈ ലീഡർഷിപ്പ് സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും ലീഡർഷിപ്പ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ എത്തിക്കൽ ജഡ്ജ്മെന്റ്. ഇപ്പോൾ ഒരുപാട് ടെക്നോളജി അഡ്വാൻസ്മെന്റ്, ഈവൻ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് അൺഎത്തിക്കൽ കാര്യങ്ങളും ഒരുപാട് അനാവശ്യങ്ങളും ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളും ആളുകൾ ചെയ്യുന്നും സംസാരിക്കുന്നതും എല്ലാം ഉണ്ട്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു എത്തിക്കൽ ജഡ്ജ്മെന്റ്, ഓക്കെ ഇത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്നൊരു എത്തിക്കൽ ജഡ്ജ്മെന്റ് ഉള്ള ആളുകളാണെങ്കിൽ കുറെ കൂടി സിസ്റ്റത്തിനും അത്ര പ്രോബ്ലംസ് ഇല്ലാതെ ടെക്നോളജിയെ ഇംബൈബ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്കെല്ലാം ലീഡർഷിപ്പ് സ്കില്ലിനോടൊപ്പം തന്നെ എത്തിക്കൽ ജഡ്ജ്മെന്റ് സ്കില്ലും കൊടുക്കണം എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായി കൺസിഡർ ചെയ്യപ്പെടുന്നു. പിന്നെ നെക്സ്റ്റ് ഫാക്ടർ ക്രിയേറ്റിവിറ്റി ആണെന്ന് പറയുന്നു. അതായത് നമ്മുടെ കുട്ടികൾ മിക്കവാറും സ്കൂളുകളിലെല്ലാം ആർട്സ് ക്ലാസ് ഉണ്ട്, മ്യൂസിക് ക്ലാസ് ഉണ്ട്, ഡ്രാമ, അങ്ങനെയുള്ള ഒരുപാട് ക്ലാസ്സുകളുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അവരിനെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അതൊരു ക്രിയേഷൻ ആണ്, അല്ലെ? എന്നാൽ എന്തോ ഒരു പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു സോങ് ഹിറ്റ് ആവുന്നത് എപ്പോഴാണ്? ഒരുപാട് ആളുകൾ അതുമായിട്ട് കണക്ട് ചെയ്ത് എൻജോയ് ചെയ്യുമ്പോഴാണ് അതൊരു ഹിറ്റ് ആകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു മൂവി ഹിറ്റ് ആവുന്നത് ഒരുപാട് ആളുകൾ അത് എൻജോയ് ചെയ്ത് അതിന്റെ ഭാഗമാകുമ്പോഴാണ് ആ ഒരു മൂവി ഹിറ്റ് ആവുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു ക്രിയേറ്റിവിറ്റി, അതിപ്പോൾ ആർട്സ് ഫോമിലായാലും ക്രിയേഷൻ ആയാലും ഇപ്പൊ ഒരുപാട് അത് ഹിറ്റ് ആകണം എന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ കണക്ഷനും കൂടി വരണം. അപ്പോൾ വെറുതെ ഒരു ഡ്രോയിങ് ക്ലാസ് പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, അവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ആളുകളുമായി കണക്ട് ചെയ്യുന്ന രീതിയിൽ വരുമ്പോഴാണ് ക്രിയേറ്റീവ് സ്കില്ലായിട്ട് അത് ഡെവലപ്പ് ആകുന്നത്. ആ ക്രിയേറ്റിവിറ്റിയെ ഇനി ഒരുപാട് ജോബ് ഫോർമാറ്റ്സിലും വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഗെയിമിംഗ് ഫോർമാറ്റ്, സ്റ്റോറി ടെല്ലിംഗ്. ഇപ്പൊ സ്റ്റോറി ടെല്ലിംഗ് എല്ലാം എല്ലാത്തിലും സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ ആയാലും അതിലൊരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ് ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഭാഗമാണ്. മൂവീസ് ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാൻ ഉള്ള സ്കിൽസ് ഡെവലപ്മെന്റ് ആയിട്ട് കുട്ടികൾക്ക് കൺസിഡർ ചെയ്യണം. നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം ക്രിയേറ്റിവിറ്റിയിൽ AI ഒരുപാട് ഇൻവോൾവ് ആണ്. കാരണം AI ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് ക്രിയേഷൻസ് നടത്താൻ കഴിയുമെന്ന്. പക്ഷെ AI എത്ര ക്രിയേറ്റ് ചെയ്താലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഹ്യൂമൻസ് ആണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇത് ഹ്യൂമൻസുമായി കണക്ട് ആകുമോ, ഇത് സക്സസ്ഫുൾ ആകുമോ എന്നെല്ലാം ഹ്യൂമൻസ് ആണ് ഡിസൈഡിങ് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നവർ ഹ്യൂമൻസ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്രിയേറ്റീവ് സ്കിൽ
വിത്ത് ഹ്യൂമൻ കണക്ഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി കറക്റ്റായിട്ട് ജഡ്ജ്മെന്റ്സ് നടത്താൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത്. അലോങ് വിത്ത് ക്രിയേറ്റിവിറ്റി, പ്രോജക്ട് ഡിസൈനിങ്, മോഡൽ ഡിസൈനിങ്. അപ്പോൾ അങ്ങനെയൊക്കെ ക്രിയേറ്റീവ് ഫാക്ടേഴ്സ് ആൻഡ് ഫീൽഡ്സ് ഇനി ഒരുപാട് എവിഡൻ്റ് ആയിട്ട് ഡെവലപ്പ് ആകും. അടുത്ത പോയിന്റ് എന്താണെന്നാൽ AI ലിറ്ററസി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്കൂൾസ് ആൻഡ് കോളേജസിൽ അവർക്ക് IT എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ കുറച്ച് കോഡിംഗ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ AI ലിറ്ററസി കൊടുക്കുന്നത് അനിവാര്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു കോൺസെപ്റ്റ് ലെവലിൽ എങ്ങനെയാണ് ഓരോ പ്രോജക്റ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, AI എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഓരോ ഫീൽഡുമായിട്ട്, അല്ലെങ്കിൽ രണ്ട് ഫീൽഡുകൾ തമ്മിൽ AI ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്യാം. ഇപ്പം മാത്സ് ആൻഡ് സയൻസ് എങ്ങനെ റിലേറ്റ് ചെയ്യാം, മാത്സ് ആൻഡ് ആർട്സ് എങ്ങനെ റിലേറ്റഡ് ആണ്, മാത്സ് ആൻഡ് സ്പോർട്സ് എങ്ങനെ റിലേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ സെക്ലൂഡഡ് സബ്ജക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാതെ AI ഉപയോഗിച്ചിട്ട് എങ്ങനെ കോമ്പിനേഷൻസ് കൊണ്ടുവന്ന് അതിനെ എങ്ങനെ റിയൽ ലൈഫിന്റെ ഭാഗമായി മാറ്റാം എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് ലെവൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഫിഫ്ത്ത് ആൻഡ് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്താണെന്നാൽ അഡാപ്റ്റബിലിറ്റി. ഇപ്പോൾ പെട്ടെന്ന് ടെക്നോളജി മാറുകയാണ്, പെട്ടെന്ന് കാര്യങ്ങൾ ചേഞ്ച് ആവുകയാണ് അല്ലേ. ഇപ്പോൾ മുന്നെല്ലാം ഒരു 2 to 5 years ഒക്കെ എടുത്തിട്ടാണ്, അല്ലെങ്കിൽ 5 to 10 years ഒക്കെ എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചേഞ്ചസ് ഡെവലപ്മെന്റ്സ് എല്ലാം വന്നുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് ചേഞ്ചസ് പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചേഞ്ചസിനനുസരിച്ച് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നോട്ടായി പോകും. അപ്പോൾ ആ ചേഞ്ചസിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റീനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് അടുത്ത പോയിന്റ്. അപ്പൊ എങ്ങനെ പെട്ടെന്ന് അഡാപ്റ്റബിൾ ആകാം, അത് പെട്ടെന്ന് കാര്യങ്ങളെ പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ശ്രവിക്കാൻ പറ്റുക, പെട്ടെന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൽ നിന്നാണ് അഡാപ്റ്റബിലിറ്റി ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് കുട്ടികളെ പഠിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ പഠിച്ചതിനെ മറക്കാനും. അപ്പം അനാവശ്യമായ കാര്യങ്ങൾ വിട്ട് കളഞ്ഞിട്ടും പുതിയ കാര്യങ്ങൾ പഠിച്ച് നല്ല കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് അതൊരു ഇഫക്റ്റീവ് ലേണിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ കുറേ അൺവാണ്ടഡ് ലേണിംഗ്, അൺവാണ്ടഡ് നോളജ് വെച്ചിട്ട് മുന്നോട്ട് പോകാം എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ലേൺ ചെയ്യുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ലേൺ ആൻഡ് അൺലേൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഫെയിലിയേഴ്സും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഫെയിലിയേഴ്സിൽ തളർന്നു പോകാതെ അതിനെ അക്കോമഡേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതും അനിവാര്യമായിട്ടുള്ള ഒരു ട്രേറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കുട്ടികളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇതൊക്കെ എത്രത്തോളം യൂസ്ഫുൾ ആണ്, യൂസ്ഫുൾ അല്ല എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ ക്രിട്ടിക്കൽ തിങ്ക് ചെയ്ത്, നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത്, അനലൈസ് ചെയ്തിട്ട് ഞാനുമായി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് ചേഞ്ചസ് നടക്കാൻ പോകുന്നതെന്ന്. ആസ് ഓൾവേസ്, താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ ടൈം ഹിയർ. Until we meet next time, thank you and bye-bye.